Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആണ്. ഇൻഫാക്ട് സാംസങ്ങിന്റെ 2023 ആദ്യത്തെ ഡിവൈസ് ആണ്. ഇതൊരു 5G ഡിവൈസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി A14 5G. അപ്പോൾ പുതിയൊരു 5G ഡിവൈസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിന്റെ വില ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അറിയത്തില്ല. എങ്കിലും ഇത് 3 വേരിയന്റിലാണ് അവൈലബിൾ. 464, 6128 and 8128 3 കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് ഡാർക്ക് റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 50 മെഗാപിക്സൽ ക്യാമറയാണ്, നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് എക്സിനോസിൻ്റെ 1330 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇതൊരു പുതിയ മിഡ് റേഞ്ച് ചിപ്പാണ്, നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പും കൂടിയാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ ഡിസൈൻ, ഒരു റിഫ്രഷിങ് ചേഞ്ചാണ്. സാധാരണ A സീരീസിൽ നിന്ന് ഒരു പുതിയ റിഫ്രഷിങ് ചേഞ്ചാണ് ഡിസൈനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ സാംസങ് ഗാലക്സി A14 5Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി A14 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A14 5Gൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഡിസൈൻ കാണാം, നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം. നല്ലൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഡാർക്ക് റെഡ്, അതേപോലെ ഒരു ഗ്രീൻ കളറുണ്ട്, ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇത് ആക്ച്വലി റെഡ് കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്കിഷ് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബോക്സ് വളരെ സ്ലിമാണ്, കാരണം ഇതിനകത്ത് ചാർജർ ഇല്ല. അപ്പോൾ സാംസങ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ ഫോണുകളിലും ചാർജർ ഉണ്ടാവാറില്ല. അപ്പോൾ സാംസങ് ഗാലക്സി A14 5G എഴുതിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 8GB റാം, 128GB സ്റ്റോറേജ്, അതേപോലെ ഡാർക്ക് റെഡ് എന്ന് പറയുന്ന കളറാണ്. ഇത് 3 വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 464, 6128, 8128 അങ്ങനെ 3 വേരിയന്റിലാണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ്, LCD പാനലാണ്, 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 13 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 15 വാട്ട് ചാർജിങ്ങും ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. ഇതിൽ വരുന്നത് എക്സിനോസിൻ്റെ ഒരു പുതിയ പ്രോസസ്സറാണ്. എക്സിനോസ് 1330 എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രോസസ്സറാണ്, നല്ലൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. പിന്നെ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. 6.6 inches ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അപ് ടു 2 generations ഓഫ് OS അപ്ഗ്രേഡ്സ്. ഇത് Android 13 ആണ് വരുന്നത്. അപ്പോൾ Android 14ഉം Android 15ഉം അപ് ടു 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും വരുന്നതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ പാക്കേജിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. അതേപോലെ തന്നെ ബാക്കി മാനുവൽ ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. USB Type-C to Type-C ചാർജിങ് കേബിളാണ്. അതുകൂടാതെ നമുക്കൊരു മാനുവൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കാണാം 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം നമുക്ക്. അതേപോലെ നമുക്ക് ഇവിടെ ബാക്കി സാർ വാല്യൂ എഴുതിയിരുന്നു. ഹെഡ് സാർ 0.615 എഴുതിയതും കാണാം. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ബാക്കി ഡിവൈസിൻ്റെ ഒക്കെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റെഡ് കളർ എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഡിവൈസും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A14 5G. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ എടുത്തു കാണാവുന്നത് ഒരു റിഫ്രഷിങ് ഡിസൈൻ എന്ന് പറയാം. ഒരു പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയ്ക്ക് ഒരു പ്രത്യേക മോഡ്യൂളൊന്നുമില്ല. 3 ക്യാമറ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഒരു LED ഫ്ലാഷ് കാണാം. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇത് പോളികാർബണേറ്റ് ആണ്, പക്ഷേ എങ്കിലും നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ആക്ച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാം. അപ്പോൾ ഈ പാറ്റേൺ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാം. നല്ലൊരു ഫിനിഷ് ഉണ്ട്, നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ സൈഡിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ കാണാം. അതേപോലെ ഇവിടെ വോളിയം കീസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല, മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. താഴത്ത് നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, അത് നല്ലൊരു ആസ്പെക്റ്റ് ആണ്. USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇത്രയാണ് ഡിസൈൻ എന്ന ലാംഗ്വേജ് പറയുക. നമ്മൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ, നല്ല സ്റ്റൈലിഷ് ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഈ ഒരു സ്റ്റൈല് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കാണുന്നത്. കാരണം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഒരു സ്പെഷ്യൽ മോഡ്യൂളൊന്നുമില്ല. ഒരു നല്ല ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് സാംസങ് ഗാലക്സി A14 5G. നമുക്കിനി ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 6.6 ഇഞ്ചസ് PLS LCD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 13 MP ക്യാമറയാണ്. താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി കുറച്ച് അധികമുണ്ട്. സൈഡിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബെസൽസ് ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും LCD ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടച്ച് റെസ്പോൺസ് ഉണ്ട്. അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട്. കളേഴ്സും കുഴപ്പമില്ല. ആമോലെഡിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കളേഴ്സും കിട്ടുന്നുണ്ട്. നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ്. 90 Hz ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നത് മോഷൻ സ്മൂത്ത്നെസ് അഡാപ്റ്റീവ് 90 Hz അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 60 Hz കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളേഴ്സും വൈബ്രൻ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ടച്ച് റെസ്പോൺസ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ബാക്കി ഇതിൻ്റെ ആസ്പെക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് വരാം. സോഫ്റ്റ്വെയറിൽ സാംസങ്ങിൻ്റെ One UI Core 5.0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അബൌട്ട് ഫോൺ ഒന്ന് എടുക്കാം. അത് കണ്ടില്ലേ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ One UI Core വേർഷനാണ് 5.0. ആൻഡ്രോയിഡ് 13 ഉണ്ട്. നല്ലൊരു ആസ്പെക്റ്റാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഫോൺസ് വരെ പലതിലും ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. ഇവിടെ ആൻഡ്രോയിഡ് 13 ഉണ്ട്. അതേപോലെ നമുക്ക് 2 മേജർ അപ്ഡേറ്റ്സ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14 15 നമുക്ക് കിട്ടും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ മോഷൻ സജസ്റ്റേഴ്സ്, 1 ഹാൻഡഡ് മോഡ്, സ്ക്രീൻഷോട്ട്, ഡ്യുവൽ മെസ്സഞ്ചർ, ഗെയിം ലോഞ്ചർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിൽ പോയാലും ഐ കംഫർട്ട് മോഡ്, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ലെവൽസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. റെഗുലർലി നമുക്ക് കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ്. പിന്നെ പ്രൈവസി ഡാഷ്ബോർഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു സാംസങ്ങിൻ്റെ ഫോണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് മോഡ്സ് ആൻഡ് റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് റുട്ടീൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് സാംസങ് A14 5G ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അഡീഷണൽ ആയി വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ സ്പീക്കറിൽ നല്ലൊരു നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഡോൾബി അറ്റ്മോസ് ഇൻക്ലൂഡഡ് ആണ്. സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ നമുക്ക് 15 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ചാർജർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് നമുക്ക് സെപ്പറേറ്റ് ചാർജർ മേടിക്കേണ്ടി വരും. 15 watt ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. അപ്പോൾ ക്യാമറ വരുന്നത് 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു ഡെപ്ത് സെൻസറും ഒരു 2 MP മാക്രോ സെൻസറും, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI നോക്കുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ സാംസങ് UI ആണ്. പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് ഫുൾ HD സപ്പോർട്ടഡ് ആണ്. മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്രോ മോഡ്, നൈറ്റ് മോഡ് ഉണ്ട്, ഫുഡ് മോഡ്, പ്രോ മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കാണാം. അപ്പോൾ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയുടെ 13 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം സാംസങ് ഗാലക്സി A14 5G എടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്യാമറ സെറ്റപ്പ് എന്ന് ഡെഫിനറ്റ്ലി പറയാം. അൾട്രാ വൈഡ് മിസ്സിംഗ് ആണ് എങ്കിലും നമുക്ക് എന്താ പറയുക നല്ല ക്ലാരിറ്റി ഉണ്ട്. 50 MP ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല കളേഴ്സുമാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല 50 MP ക്യാമറയെ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് ആണ്? നിങ്ങളുടെ കമൻറ്റ്സ്, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു Exynos 1330, അതായത് 1330 എന്ന് പറഞ്ഞ ഒരു പുതിയ ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു മിഡ് റേഞ്ച് ചിപ്പാണ്. നമ്മൾ ആക്ച്വലി ആൻറ്റുറ്റു സ്കോർ ചെക്ക് ചെയ്യുണ്ടായി. നല്ല ഒരു ചിപ്പായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നല്ല ആൻറ്റുറ്റു സ്കോർ, ഇൻഫാക്റ്റ് മോർ ദാൻ 4 lakh ആണ് ആൻറ്റുറ്റു സ്കോർ വന്നത്. അപ്പോൾ നല്ല ഒരു മിഡ് റേഞ്ച് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ് ടു 8 GB ഓഫ് റാം ഉണ്ട്, 4 GB 6 GB റാം ഉണ്ട്, അതേപോലെ 8 GB റാമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു മിഡ് റേഞ്ച് ചിപ്പാണ്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ വേറെ ഒരു സംശയം വേണ്ട. നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ് ആയിട്ട് സാംസങ് ഗാലക്സി A14 5G നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുമെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞു 128 GB വരെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജ് 64ഉം 128ഉമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, ഇത് 5G ഡിവൈസാണ്. 5G സപ്പോർട്ട് ഉണ്ട്. ഈ പേര് തന്നെ ഉണ്ട് 5G. അപ്പോൾ ഞാൻ എയർടെലും ജിയോ
അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A14 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.